ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ മണ്ണ് എന്ന് പറയുന്നത് കേരളമാണ്. എൻ്റെ മാതൃഭാഷ മലയാളമാണ്. ഞാൻ ജീവിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ. ഏകദേശം ഒരു 195 രാജ്യങ്ങൾ, 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ വന്ന് കുടിയേറ്റക്കാരായി ജീവിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിരുന്നാൽ കൂടി എപ്പോഴും എൻ്റെ നാടിനെയും എൻ്റെ സംസ്കാരത്തെയും പറ്റി പറയുമ്പോൾ ഞാൻ വാചാലനാകാറുണ്ട്. അതിൻ്റെ സംസ്കാരം, കഥകളിയെക്കുറിച്ചോ കളരിപ്പയറ്റിനെക്കുറിച്ചോ ഭരതനാട്യമോ അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, ഇലയിൽ ഊണ് കഴിക്കുന്നത്, ഓണത്തെ പറ്റിയൊക്കെ ഞാൻ ഘോരം പ്രസംഗിക്കാറുണ്ട്. പ്രത്യേകമായിട്ട് അന്യനാടുകൾ, അന്യഭാഷയിൽ ഉള്ള ജനങ്ങളെ കാണുമ്പോൾ. ഒപ്പം തന്നെ ആ സംസ്കാരത്തിൻ്റെ ഓരോ സ്പന്ദനവും, ആ മലയാളത്തിൻ്റെ സ്പന്ദനം എന്നും എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടുത്തെ ജനാധിപത്യം, ഒപ്പം മതസൗഹാർദ്ദം, അതല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം എല്ലാം എന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ നമ്മളുടെ അവസാന ശ്വാസം വരെ ഇപ്പം അവിടെ വരാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൂടിയും അത് എന്നും നമ്മുടെ മനസ്സിനുള്ളിൽ, ഓർമ്മയ്ക്കുള്ളിൽ കുടികൊള്ളുന്ന ഒരു ഇതാണ്. ഞാനപ്പോൾ നമ്മളധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പുകളെ ഒരു ഉത്സവമായിട്ടാണ് കൊണ്ട് നടക്കാറ്. അതിൻ്റെ നമുക്ക് നമ്മുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവകാശം. പണ്ട് അമേരിക്കയിൽ നിന്ന് അബ്രഹാം ലിങ്കൺ ആയിട്ട് പറഞ്ഞ മാതിരി, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ദ പീപ്പിൾ. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. രാജഭരണമല്ല, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർ ഭരണമല്ല, അതല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിന് അടിമപ്പെട്ട ഭരണമല്ല. ജനാധിപത്യം, തുല്യതയിൽ വിശ്വസിക്കുന്ന ഇക്വാലിറ്റി, ഡെമോക്രസി. ഇതിലൊക്കെ ലോകത്തിൽ ആദ്യമായിട്ട് 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ അണ്ടറിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന സംസ്ഥാനം, ഒട്ടനവധി പ്രത്യേകതകളുള്ള സ്ഥലം. അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ 7ാം കടലിനക്കരെ ഇരുന്നാണെങ്കിൽ കൂടിയും അതിലെ ഭയങ്കര കാര്യമായിട്ട് ഞാൻ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാറുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളും കാണാറുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ഇതിനെപ്പറ്റി നമുക്ക് പല ഇതുകളുണ്ടെങ്കിലും, നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ വിശ്വാസങ്ങളുണ്ടെങ്കിൽ കൂടിയും അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അവിടുത്തെ രീതി. അതിൽ നമുക്ക് കുറേ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക എന്നല്ലാതെ മറ്റൊരു ഇത് നമുക്കവിടെ ഇല്ല. ഈ ഇലക്ഷനിൽ അവിടെ നിന്നുള്ള പൾസുകൾ ഞാൻ എപ്പോഴും അറിയാറുണ്ട്. പൾസുകൾ, അവിടെ എന്താണ് ജനം ചിന്തിക്കുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്ന, ട്രെൻഡുകൾ എന്താണ് എന്നുള്ളതൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം അത് അങ്ങനെ സംഭവിക്കാത്തതാണ്. നമ്മൾ LDF, UDF, LDF, UDF അങ്ങനെ മാറി മറിഞ്ഞു വരുന്ന ഒരു സംസ്കാരമാണെങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2 തവണ 10 വർഷമായിട്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കുറേ അധികം എക്സിറ്റ് പോളുകൾ, സർവേ പോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക്, അതിപ്പോൾ അമേരിക്കയിലെ ജനാധിപത്യമാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ പോലും ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം എന്ന് പറയും. അത് ഈ ഇലക്ഷനിൽ നമ്മൾ കൂടുതലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരു ഫോട്ടോ ഫിനിഷാണ് ഇത്തവണത്തെ എലക്ഷൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് BJP അധികാരത്തിൽ വരട്ടെ. നമ്മൾ മാറി മറിഞ്ഞ് കൊടുത്ത് അവരെന്താ ചെയ്തത്, ഇടതും വലതും ചെയ്തത് ഞാനിന്ന് വിദേശത്തിരുന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ വളരെ ശോചനീയമായൊരവസ്ഥയാണ്. നമ്മുടെ കയ്യിലുള്ളത് കള്ള് വിൽക്കണു ബേവറേജ് കോർപ്പറേഷൻ വഴി. അതും ഏറ്റവും കച്ചറ സാധനമാണ് അവിടെ വിൽക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനൊരു മദ്യപാനി ആയതുകൊണ്ടല്ല വല്ലപ്പോഴും ഓരോന്നൊക്കെ കഴിക്കും. എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ടാക്സ്? അതായത് ഒരു ചെറിയ കുപ്പി വാങ്ങണമെങ്കിൽ 1000 രൂപ, ജവാൻ വാങ്ങി 500-600 കൊടുക്കണം. അതല്ലെങ്കിൽ എന്നിട്ട് പോലും ഇവർ അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ജവാൻ വാങ്ങി 500-600 എത്ര കൊടുക്കണം? 1000 രൂപ കൊടുക്കണം ഏതോ ഒരു കൂതറ സാധനത്തിന്. അതെന്താ സാധനം? നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ ഇപ്പം മദ്യം ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ പറയുന്നില്ല. അവർക്ക് ഇത്തിരി ടാക്സ് വരും.
50% ടാക്സെങ്കിലും എടുത്ത് ഇവിടുത്തെ ഒരു ജാക്ക് ഡാനിയലോ ജോണി വാക്കറോ ഒക്കെ കൊണ്ടു കൊടുക്കാം. സ്കോച്ച് അർമേനിയനോ ബ്രാൻഡിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് സർക്കാരിനത് എടുക്കട്ടെ, ഒരു 50% എടുക്കട്ടെ. അതിനൊക്കെ ഒരു ഇതിപ്പോൾ 200% ടാക്സ് കൊടുത്തിട്ട് അതാണ് യുവതലമുറയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ MDMA തൊട്ട് കഞ്ചാവ് സുലഭമായിട്ട് ഇതിന് നിയന്ത്രണം ഉണ്ടാക്കാൻ ലോ എൻഫോഴ്സ്മെൻറ്റ്, ഞാനൊരു നിയമപാലകനായിരുന്നു, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതിന് തടസ്സം ഉണ്ടാക്കാനായിട്ട്, അതിനെ നിയന്ത്രിക്കാനായിട്ട് അതിനിപ്പോൾ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം വെച്ചിട്ടോ അതല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളിലേക്ക് വരുന്നത്, കോളേജുകളിലേക്ക് വരുന്ന ഇതൊക്കെ തടയാനായിട്ട് സർക്കാരിന് സാധിക്കാഞ്ഞിട്ടല്ല. അതും ഒന്നും അവിടെ ആ നിയമപാലനം അവിടെ നിയമപാലനം അവിടെ നടക്കുന്നില്ല. വികസനം പോട്ടെ. രണ്ടാമതുള്ളത് ലോട്ടറി വിറ്റ് ജീവിക്കുക എന്ന് വിചാരിച്ചാണ് ഇടതും വലതും. ആരോ ഇവർക്ക് കാശ് കൊടുത്ത് ഇത്ര പ്രബലരായ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു വിഭാഗം 10-15% മാത്രമായിരിക്കും പ്രാഗൽഭ്യമുള്ളവർ വിദ്യാഭ്യാസത്തിൽ. ഇതെല്ലാവരും MA PhD ഉള്ളവരാണ് നമ്മുടെ കേരളത്തിൽ. എവിടെ എത്തിക്കായിരുന്നു? ബാംഗ്ലൂരോ ഹൈദരാബാദോ. ഇപ്പോൾ ആ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നില്ലേ, അദ്ദേഹം ഒരാൾ കാരണം ഇവിടെ തെലുങ്കന്മാരുടെ ബഹള. അവരുടെ ജീവിതത്തിൽ ആ മാറ്റം ആന്ധ്രാപ്രദേശിൽ വരുത്തിയവർ. ആന്ധ്രാപ്രദേശ് ഇവിടെയും അവർ ഇത് രീതി എന്തോ ആയിക്കോട്ടെ, അത് കേരളത്തിന് എത്ര പണ്ട് അച്ചീവ് ചെയ്യായിരുന്നു എന്നറിയോ? ഞാൻ ഇപ്പോൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നായനാരുടെ ഇതിൽ ഇൻഫോ പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങിയതും ഇതൊന്നും ഞാൻ കൊച്ചാക്കി കാണിക്കില്ല. ചില മുന്നേറ്റങ്ങൾ, ഇപ്പോൾ ഉമ്മൻചാണ്ടി കരുണാകരനൊക്കെ കുറേ മുന്നേറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കൊച്ചിൻ മറ്റേ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, അതല്ലെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതല്ലെങ്കിൽ മെട്രോ, ഇതൊക്കെ ഈ കുറച്ചൊക്കെ നേതാക്കന്മാർ വന്ന് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കുറേ നാളായിട്ട് ഇവർക്ക് ഇതിലും വലിയ നേട്ടങ്ങൾ വരുത്താമായിരുന്നു. അതായത് ഇവരൊക്കെ ഏത് പാർട്ടിയാണെങ്കിൽ പോലും ഡൽഹിയിൽ പോയിട്ട് ഇപ്പോൾ ഇവിടുന്ന് മൈക്രോസോഫ്റ്റോ ഗൂഗിളോ ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ടുവരായിരുന്നു. അതൊക്കെ ഇവിടെ ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ നടക്കുന്നുണ്ട്. കള്ളും ലോട്ടറിയും മാത്രം വിറ്റ് ജീവിക്കുക എന്നുള്ളതാണ് ഇത്. ഞാൻ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇത്തവണ ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ, അതായത് ഭരണവിരുദ്ധ വികാരം പിണറായിക്കെതിരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോട്ടോ ഫിനിഷാണ് ഇത്തവണത്തെ ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞത്. എന്നിരുന്നാൽ കൂടി ഇടതിന് ഒരു ചെറു മുന്നേറ്റം ലഭിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ ഇത് വരുന്നത്. ഒരു പക്ഷേ 81 മുതൽ 95 വരെയൊക്കെ ഒരു പക്ഷേ നേടിക്കൂടായികയില്ല ഇടതുപക്ഷ ഇത്. കാരണം ഓരോ മണ്ഡലങ്ങളിലും 500 വോട്ടൊക്കെ ചിലപ്പോൾ ഇത് നിർണ്ണയിക്കും. ആ അവസാന കാലഘട്ടത്തിൽ ഏറ്റവും ടൈറ്റ് ആയതുകൊണ്ട് പല വാർത്തകളും ഇപ്പം അതിൻ്റെ ഇന്ന് കലാശക്കൊട്ടാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഈ എല്ലാ ഇതിൻ്റെ ഇതെടുക്കാൻ ഇപ്പോൾ ഏതൊരു കർഷകൻ പോലും ആത്മഹത്യ ചെയ്തത് പോലും 5-6 മണ്ഡലങ്ങളെ ചിലപ്പോൾ ബാധിച്ചാൽ ഭരണം മാറാം. അതിനിപ്പോൾ ഈ അവസാന നിമിഷം എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുള്ളത് ആണ്. നമുക്ക് CPIക്ക് എതിരെയാണ് അത് വന്നിരിക്കുന്നത്. ഈ അദ്ദേഹം കത്തെഴുതി വെച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്ത കർഷകൻ, അതുപോലും മാറ്റം ഉണ്ടാകും. പക്ഷേ ഇന്ന് കലാശിക്കോട്ടാണ്. പക്ഷേ അവിടെ ഇന്ന് നടക്കുന്നത്, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് വരുന്നത്, ഈ അവസരം BJPക്ക് കൊടുക്കണം എന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും CPMൻ്റെ ഒരു ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇടതുപക്ഷ കക്ഷികളുടെ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ അറിയാം അവിടെ അതാണ് സംഭവം. കാരണം അതിലുണ്ടായിരിക്കുന്ന ഒട്ടനവധി സാമുദായിക, നമ്മളുടെ എത്രമാത്രം വർഗീയവാദമില്ല എന്നതിൽ പറഞ്ഞാൽ കൂടി മതം ഇതിൽ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. ഒട്ടനവധി വിഭാഗങ്ങളിൽ സംതൃപ്തരല്ല. അതൊക്കെ ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ഇത് പുറമെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണ്. ഇനി 48 മണിക്കൂറിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്നുള്ളത് കേരള ജനത തീരുമാനിക്കാൻ പോവുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം, എനിക്ക് അത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് പറയാൻ സാധിക്കും. ശാസ്ത്രീയമായിട്ട് ഓരോ ക്രോസ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ, ആ ഒരു ജനതയുടെ സർവേ നടത്തി നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവചിക്കാം ആരാണ് ഭരിക്കാൻ പോകുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുമ്പ് കാലങ്ങളിൽ പറയാം അതൊന്നും പറ്റില്ല, കൃത്യമായിട്ട് പറയാം. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഒരാളും അവിടെ ഇത് നടത്തില്ല. അത് പണാധിപത്യം തന്നെയല്ല, പല ഘടകങ്ങളും വന്നിട്ടാണ് ഈ സർവേ ഫലങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ ചാനലുകാരും പറഞ്ഞിട്ടുണ്ട്, ചിലർ അവിടെ ഇവിടെയും തൊടാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ശാസ്ത്രീയമായിട്ട് 2-3 സീറ്റിൻ്റെ വ്യത്യാസം മാത്രം വരുള്ളൂ കറക്റ്റായിട്ട്. എനിക്ക് അതിനുള്ള പൈസയില്ല, ഞാനൊരു ചെറിയ ഇതാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഒരുത്തനും അവിടെ ഇത് നടത്തിയിട്ടില്ല. പിന്നെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ യൂട്യൂബർമാരൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഒരു ക്രോസ് സെക്ഷൻ ഓഫ് പബ്ലിക്കിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ വ്യക്തിപരമായിട്ട്, ശാസ്ത്രീയമായിട്ട് അളന്നിട്ടല്ല, വ്യക്തിപരമായിട്ടുള്ള അറിവുകൾ പ്രകാരം ഇടതുപക്ഷ തരംഗം നിലനിൽക്കുന്നു. BJPക്ക് ഒരു
4 5 കിട്ടിക്കൂടായികയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ട്രെൻഡ്.